Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 28.30 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. $23,800 താഴെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സപ്പോർട്ട് 750 740 ലെവലാണ്. ഒരു ബൈയിങ് പ്രഷർ 23,800 ലെവലിൽ വരുന്നുണ്ട്. മേ ബി ഒരു 24,000 ഒരു പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. 24,000 ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ലെവലാണ്, പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഇന്നലെ വന്നിട്ടില്ലായിരുന്നു. ഇന്നലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡൗൺഫോളാണ് നമുക്ക് ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ രാവിലെ ഒരു ചെറിയൊരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു വലിയൊരു ഡൗൺഫോൾ വന്നിട്ടുള്ളത്. അപ്പം അതിൽ പുൾ ബാക്ക് വന്നിട്ടില്ല. അപ്പം മേ ബി ഈ ഒരു 24,000 ലെവലിലേക്കൊരു പുൾ ബാക്ക് ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഡേയ്സിൽ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇപ്പോൾ ഒരു 23,800 ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. $23,800 ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ 740 ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 24,000 അതുപോലെ തന്നെ 23,950 ലെവൽ. $23,850 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 23,850, അതുപോലെ തന്നെ 23,900 140, അതുപോലെ തന്നെ 23,850 170 ട്രേഡ് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 23,850 ട്രേഡിംഗ് അറൗണ്ട് 140, 23,900 170 തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. $23,850 ഓപ്പൺ ഹൈ ആണ് പുട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇന്നലത്തെ ഡേ ലോ ലെവലിൽ അറൗണ്ട് ഡേ ലോ ലെവലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയറക്ഷൻ കൺഫേം ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൈയിങ് പ്രഷർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം എൻട്രി പ്ലാൻ ചെയ്യാമെന്നാണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഡയറക്ഷൻ കൺഫേം ആയതിനു ശേഷം എൻട്രി എടുക്കാം. ഇപ്പോൾ 23,000
895.30 23,900 എത്തിയിട്ടില്ലെങ്കിലും ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൺസോൾട്ടേഷനാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു പുൾ ബാക്ക് വരുന്നുണ്ട്. മേ ബി ഒരു റിവേഴ്സലായിരിക്കാം. ഡേ ലോയിലേക്ക് ഫോളോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് പുട്ട് ഓപ്ഷൻ നിൽക്കുന്നത്. നമുക്ക് സ്ട്രൈക്ക് പ്രൈസായിട്ട് 23,850 കൂടെ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. മന്ത്ലി എക്സ്പയറി ആണ് ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന കോൺട്രാക്ട്സ് എല്ലാം തന്നെ. വെയിറ്റ് ചെയ്യാം. $148 യെസ്, നമ്മളൊരു എൻട്രി എടുത്തു. 153 എടുത്തിട്ടുള്ളത്. കുറച്ച് ഹയർ ലെവലിലാണ്, ബട്ട് കുഴപ്പമില്ല. നമുക്കൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. 1 ലോട്ട് ആണെങ്കിലും ആ ഒരു റൈഡ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഓപ്പണിംഗ് ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡേ ലോയിലേക്കൊരു സ്പൈക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഡേ ലോയിലേക്കാണ് ഫോൾ ആവേണ്ടത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് സ്പോട്ട് നിൽക്കുന്നത്. നമുക്കത് ബ്രേക്ക് ചെയ്യുന്നതെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം ടു 23,850 ലെവൽ. ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്പണിംഗ് ലെവലാണ് ഒരു പുട്ട് ഓപ്ഷൻ. എന്തായാലും ഡൗൺ ആവാനുള്ള വ്യൂ തന്നെയാണ്. ഡേ ലോ വരെ ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 1 ലോട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത അഡീഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 195 ക്വാണ്ടിറ്റി എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് 3 ലോട്ട്സ്. ഒരു പുൾ ബാക്കിനുള്ള ചാൻസ് ഉണ്ട്, ബട്ട് ബ്രേക്കൗട്ട് വന്നാൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യണം. ബ്രേക്കൗട്ടിന് ശേഷം ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. യെസ്, 160 194 ആണ്. ഓപ്പൺ ഹൈ ആണ് വന്നിട്ടുള്ളത് 23,850 നോക്കുകയാണെങ്കിൽ. നമ്മളത് ക്വിക്കായിട്ട് ബുക്ക് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് അല്ല. ഡേ ലോ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ലെവൽ. ആ ഒരു ലെവലിലേക്ക് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ നല്ലതായിരിക്കും ബുക്ക് ചെയ്യാൻ. ഇപ്പം നമുക്ക് കോൾ ഓപ്ഷൻ ഡേ ലോ ആണ് ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് പുട്ട് ഓപ്ഷനിൽ വരാൻ ചാൻസ് ഉള്ളത്. കോൾ ഓപ്ഷനിൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പുട്ട് ഓപ്ഷനിൽ തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു 153 നമ്മൾ വളരെ സ്മൂത്തായിട്ട് നമ്മൾ 173 20 പോയിൻറ്റ്സ്, പക്ഷേ 1 ലോട്ടേ ഉള്ളൂ എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ 1 ലോട്ടിൽ അതിൽ നല്ലൊരു റൈഡ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇപ്പോൾ അതൊരു 800 ലെവൽ വരട്ടെ. 23,800 ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം റൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ മാക്സിമം റൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു പെട്ടെന്നുള്ളൊരു ഇതിൽ നമ്മൾ ബുക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് മാക്സിമം റൈഡ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഇന്നലെ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതാണ്. നമ്മൾ കപ്പിൾ ഓഫ് എൻട്രീസ് എടുത്തു, അത് പെട്ടെന്ന് ക്വിക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് നമ്മൾ എക്സിറ്റ് ബുക്ക് ചെയ്തു. പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു എന്തായാലും. പക്ഷേ അതേസമയം അത് 100 പോയിൻറ്റ്സ് ആ രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ള കോൾസ് ആയിരുന്നു. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നതിൽ കുറച്ചൊരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്കിത് മിനിമം ക്വാണ്ടിറ്റിയിൽ തന്നെ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
എന്തായാലും ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 170 ലെവൽ, നേരത്തെ നമ്മൾ എടുത്ത ആ ഒരു ലെവലിൽ നിന്ന്. യെസ്റ്റർഡേയ്സ് ഡേ ലോ അതൊരു ഇമ്പോർട്ടൻ്റ് ലെവലായിരിക്കും ഒരു പക്ഷേ 800 ബ്രേക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ 800 ബ്രേക്ക് ചെയ്താലും അത് ഫോളോ ആവോ ഒന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇന്നലത്തെ ഡേ ലോവും ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒരു പുൾ ബാക്ക് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 194 ഓപ്പൺ ഹൈ ആണ് നമ്മുടെ ടാർഗറ്റായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലിൽ ഡേ ലോ, കോൾ ഓപ്ഷനിലെ ഡേ ലോ, അതാണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ലെവൽ. വളരെ കാമായിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ മിനിമം പൊസിഷൻ സൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ 153 കയറിയ ഒരു 253 എന്നുള്ളൊരു വാല്യൂ മനസ്സിലാക്കുകയാണ് 100 പോയിൻറ്റ്സ്. മേ ബി അതിനിടയിൽ ബുക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല. ഇപ്പോൾ അത് ഡേ ഹൈ, ഓപ്പൺ ഹൈ ലെവൽ നോക്കാം നമുക്ക്. പുട്ട് ഓപ്ഷൻ ഒരു ഓപ്പൺ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 23,900 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. യെസ്, ഇപ്പോഴും ബ്രേക്ക്ഔട്ട് ചാൻസസ് തന്നെയാണ്. 205, അതായത് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 175-76 ലെവൽ, അതിപ്പം ബ്രേക്ക് ആവും. ഇതാണ് നിഫ്റ്റിയിലെ ചാർട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യെസ്റ്റർഡേയ്സ് ഡേ ലോ നമുക്ക് നോക്കാം. ഇന്നത്തെ ഡേ ലോവും ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഡേ ലോ നോക്കുകയാണെങ്കിൽ 23,789.25. ഇന്നലത്തെ ഡേ ലോ നോക്കുകയാണെങ്കിൽ 784.95, ഓൾമോസ്റ്റ് അടുത്ത് തന്നെയാണ്. ഇപ്പം ന്യൂ ഡേ ലോ വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ 20 പോയിൻറ്റ്സ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്, 1 ലോട്ട്. ഇപ്പോൾ 23,800 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്നുള്ളതൊരു വ്യൂ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സപ്പോർട്ടാണ്, പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. വളരെ പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റ്സ് വരിക. നമ്മൾ അതിനുള്ളൊരു പേഷ്യൻസ് കാണിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നിഫ്റ്റി പുട്ട് ഓപ്ഷനിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു പുൾ ബാക്ക് വരും. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഈ ഒരു ക്യാൻഡിലിൽ ലോ വന്നിട്ടുള്ളത് 23,810 ലെവലാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു റിവേഴ്സൽ സൈൻ ഉണ്ട്. അപ്പോൾ നമുക്കതൊരു പുൾ ബാക്കായിട്ട് തന്നെ വരും. അതിനുശേഷം മാത്രമേ അത് കൺഫേം ആവുകയുള്ളൂ. ഇപ്പം നമുക്ക് 153 ആണ് നമ്മുടെ എൻട്രി പ്രൈസ്. ഇപ്പോൾ അത് 155-57 പുൾ ബാക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മൾ അറൗണ്ട് കോസ്റ്റ് അല്ലെങ്കിൽ 5 പോയിൻറ്റ്സ് പ്രോഫിറ്റിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മുടെ ഒരു ക്വിക്ക് ട്രേഡായിരുന്നു. എൻട്രി പെട്ടെന്ന് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു 23,800 ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ 23,805 ലെവലിൽ നിന്ന്
ഇപ്പോൾ വന്നിട്ടുള്ള നോക്കുകയാണെങ്കിൽ 810 ലെവലിൽ നിന്ന് നല്ലൊരു സ്പൈക്കാണ് ഡേ ഹൈയിലേക്ക് പോയിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മളിപ്പം ആവറേജ് ചെയ്തിട്ടുള്ളത്. അതായത് പുട്ട് ഓപ്ഷൻ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് ബൈ ചെയ്തിട്ടുണ്ട്. റിസ്ക് കുറച്ച് കൂടുതലാണ്, ബട്ട് നമ്മൾ 1 ലോട്ട് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നേരത്തെ. അപ്പോൾ മേ ബി നമ്മുടെ ആവറേജ് പ്രൈസ് 140 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 150 വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് സേഫായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ കുറച്ചധികം ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡേ ലോ വരെ വെയിറ്റ് ചെയ്തു. പുട്ട് ഓപ്ഷനിൽ ഡേ ലോ വന്നു. അതിനുശേഷം കോൾ ഓപ്ഷൻ ഡേ ഹൈ വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. ആ ഒരു ഡേ ഹൈ എന്നൊരു പുൾ ബാക്ക് കോൾ ഓപ്ഷനിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ആവറേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമുക്ക് പുട്ട് ഓപ്ഷൻ സേഫായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നോക്കാം. ഇപ്പോൾ ആസ് ഓഫ് നൗ 2K വരെ ലോസ് പോയി. ഇപ്പോൾ 1.5K ലോസിലുണ്ട്. ആവറേജ് പ്രൈസ് 138.78, അതായത് 139 ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് 23,900 ബ്രേക്ക് ചെയ്തു. നമ്മുടെ പൊസിഷൻ എന്തായിട്ടുണ്ടാവും എന്നുള്ളത് ഏകദേശം ഊഹിക്കാം. അത്യാവശ്യം നല്ല ലോസിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് കുറച്ചൊരു പുൾ ബാക്ക് വരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. 23,850 ലെവൽ, 870 ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് പുൾ ബാക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഔട്ട് ആയപ്പം ഞാൻ ആ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്തു, സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ല. ആസ് ഓഫ് നൗ ഇതിൻ്റെ ഒരു 2.3K ലോസിൽ തന്നെ അതിനെ ലോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി ഒരു മൊമെൻറ്റം മേ ബി 24Kയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഈക്വൽ ഹെഡ്ജാണ് കൊടുത്തിട്ടുള്ളത്. 2 ലോട്ടിന് 2 ലോട്ട് വെച്ചിട്ട് തന്നെയാണ് ഹെഡ്ജ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3K ലോസിലാണ് പുട്ട് ഓപ്ഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1K പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 23,900 850 എന്ന് പറയുന്നത് 23,900 അറ്റ് ദ മണി അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ദ മണി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൊമെൻറ്റം എന്തായാലും വരും. ഡയറക്ഷണൽ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡീകേ ആവാനുള്ള ചാൻസസും ഉണ്ട്. എഗെയിൻസ്റ്റ് വരുവാണെങ്കിൽ 23,900 കോൾ ഓപ്ഷൻ്റെ കാര്യം, 23,850 പുട്ട് ഓപ്ഷൻ ഓൾറെഡി അത് 100ലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനി എന്തായാലും ഇന്നൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ഡേ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഫോൾ ആവാനുള്ളൊരു ചാൻസ് മേ ബി 24K വന്നു കഴിഞ്ഞാലായിരിക്കും. 24,000 വന്നു കഴിഞ്ഞാൽ അതിന് മുൻപായിട്ട് 23,940 940 ലെവൽ ബ്രേക്ക് ചെയ്യണം. 940 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 24K ലെവലിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 23,970 അല്ലെങ്കിൽ 24,000 തന്നെയായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുട്ട് ഓപ്ഷനിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യാം കോൾ ഓപ്ഷൻ ബുക്ക് ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ഡയറക്ഷനിൽ തന്നെ ഇത് നമുക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതും നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 148 ലെവലിലേക്ക് വരുമെന്നുള്ളൊരു വ്യൂ ഉണ്ട്. അങ്ങനെ 148 ലെവലിലേക്ക് പുട്ട് ഓപ്ഷൻ വരികയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് കോൾ ഓപ്ഷൻ നമുക്ക് ആവറേജ് ചെയ്യാം. അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസാണ് നമുക്ക് ഈ ഒരു ട്രേഡിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കൺട്രോളിൻ്റെ പുറത്തേക്ക് ആ ഒരു ലോസ് പോയിട്ടില്ലാത്തടത്തോളം നമുക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴും ഒരു 2.3K ലോസിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൈൻഡായിട്ട് ഈ ഒരു പൊസിഷൻ ആവറേജ് ചെയ്യുന്നതിൽ അത് കുറച്ചുകൂടി റിസ്ക്കി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം പുട്ട് ഓപ്ഷൻ തന്നെയാണ് വ്യൂ എങ്കിലും പുട്ട് ഓപ്ഷൻ ആവറേജ് ചെയ്യാത്തത്. പുട്ട് ഓപ്ഷൻ എന്തായാലും ഡേ ലോ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈവൺ അതൊരു 148 ലെവലിലേക്ക് വന്ന് നമ്മൾ ബുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ ആവറേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 2.5K ലോസ് ആണ്. 2 ലോട്ട്സ് പുട്ട് ഓപ്ഷനും 2 ലോട്ട്സ് കോൾ ഓപ്ഷനുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി 24,950ലേക്കാണ് ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. 950 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ബ്രേക്ക് ചെയ്താൽ വളരെ ക്വിക്കായിട്ട് ആ ഒരു
മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ 1000 റുപ്പീസാണ് ലോസ്, 1K ലോസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3000 റുപ്പീസ് പ്രോഫിറ്റാണ് നമ്മൾ ഹെഡ്ജ് ചെയ്ത പൊസിഷനിൽ മാത്രം ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വന്നിട്ടുള്ളത്. ബുക്ക് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ബുക്ക് ചെയ്യുന്നത് വരെ നമുക്ക് ഇതിൽ റിസ്ക് ഉണ്ട്. ഇൻ കേസ് കോൾ ഓപ്ഷനിൽ അല്ലെങ്കിൽ മാർക്കറ്റിലൊരു ഫോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണത്. എന്ന് കരുതി നമുക്ക് പുട്ട് ഓപ്ഷൻ ഇപ്പം സ്ക്വയർ ഓഫ് ചെയ്യാനും പറ്റില്ല. ഈ ഒരു പൊസിഷൻ തന്നെ കോസ്റ്റിലേക്കോ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ്സോ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളത് നോക്കാം. 950 ലെവൽ ബ്രേക്ക് ചെയ്യോ നമുക്ക് നോക്കാം. 950 വന്നു കഴിഞ്ഞു. 23,950 ഇവിടെ നമുക്ക് കാണാം. 23,950 വന്നു. ഇനി നല്ലൊരു മൊമെൻറ്റം വരും. നമ്മൾ ഇൻ ദ മണിയാണ്, 50 പോയിൻറ്റ്സ് ഇൻ ദ മണിയാണ്. നല്ലൊരു ഇപ്പോൾ 500 റുപ്പീസ് മാത്രമാണ് നമ്മുടെ ലോസ് ഉള്ളത്. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് 24Kയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ മുഴുവനും നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹെഡ്ജഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം 4K ലോസാണ്, നമുക്ക് ഓൾമോസ്റ്റ് 4K ലോസാണ് 23,850 പുട്ട് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അത് ഹെഡ്ജ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കോസ്റ്റിലേക്ക് വന്നു. കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു നല്ലൊരു മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ പൊസിഷൻ ഹെഡ്ജ് ചെയ്തിട്ട് തന്നെ ആ ഒരു പ്രോഫിറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഹെഡ്ജ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ 4.3K ലോസും അതുപോലെ തന്നെ നമ്മളിപ്പം ആവറേജ് സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ലോസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് ഈ ഒരു 24,000 ഒരു ലെവൽ ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊരു ബൈയിങ് പ്രഷർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ 24,000-ലേക്കായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ആ 24,000-ലേക്ക് പോകുന്ന സാധനത്തിൽ നമ്മൾ എങ്ങനെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ആവറേജ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ 200+ വന്നിട്ടുണ്ട്. ഇപ്പോൾ 202 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മൾ റിസ്കിൽ തന്നെയാണ്. 2 ലോട്ട്സ് തന്നെയാണ് നമ്മളിപ്പം 2 ലോട്ട്സ് പുട്ടും 2 ലോട്ട്സ് കോൾ ഓപ്ഷനാണ് നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ റിസ്ക് എന്തായാലും ഉണ്ട്. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് സേഫായി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കോൾ ഓപ്ഷൻ ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ 950 ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഓൾമോസ്റ്റ് കോസ്റ്റ് വരെ എത്തിയൊരു ട്രേഡ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതുകൂടി ആഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ. നമുക്ക് ആസ് ഓഫ് നൗ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കൺസോൾട്ടേഷൻ ആണ് ഈ ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നു. എഗെയിൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു മൂവ്മെൻറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ വന്ന ലെവലിലേക്ക് എത്തിയപ്പോഴും നമ്മൾ കോസ്റ്റിലായിരുന്നു. ആ ഒരു ലെവലിലേക്ക് പുൾ ബാക്കിന് ശേഷം വന്നപ്പോൾ നമ്മൾ 1K ലോസിലാണ്. അപ്പോൾ അതാണ് പ്രീമിയം DK. പുട്ട് ഓപ്ഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലോസ് ഇപ്പോൾ വന്നു. കോൾ ഓപ്ഷനിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാലാണ് മൊമെൻറ്റം വരിക. 24Kയിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 800 ലോസ് ഉണ്ട്. ഇപ്പോൾ ഒരു 2K ലോസ് വരെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പുൾ ബാക്കിൽ. പുൾ ബാക്ക് വരുമ്പോൾ അത്ര വലിയൊരു ബൈയിങ് പ്രഷർ നമുക്ക് പുട്ട് ഓപ്ഷനിൽ വരില്ല. കാരണം പുട്ട് ഓപ്ഷൻ ഓൾറെഡി 100ൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞു. ഇത് 200ൻ്റെ മുകളിലേക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്കൊരു 20-30 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 24Kയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 800 1K ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്. അപ്പോൾ അത് റിക്കവർ ആവുമെന്ന് വിചാരിക്കുന്നു. 24Kയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 23,980 ലെവലിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ക്വിക്ക് മൂവ്മെൻറ്റ്സിലാണ് നമുക്കത് പ്രോഫിറ്റിലേക്ക് ആവാൻ പറ്റുക. എന്തായാലും ചിലപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടി വരും. നമുക്കത് നോക്കാം. എന്തായാലും സോ ഓഫ് നൗ 5K പ്രോഫിറ്റ് വന്നു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ലോസ് പുട്ട് ഓപ്ഷനിൽ 6K ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് പുട്ട് ഓപ്ഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ അത് കുറച്ചുകൂടി റിസ്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ മാനേജ് ചെയ്തിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് വന്നതിന് ശേഷം ഡിസൈഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ആസ് ഓഫ് നൗ 1K ലോസ് നമുക്ക് നോക്കാം. ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്, നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുട്ട് ഓപ്ഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. ഇപ്പോൾ നെറ്റ് ലോസ് 8Kയിൽ 8,000 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കൂടി വന്ന് 24K വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു പൊസിഷൻ. അപ്പോഴേക്കും നമുക്ക് ഒരു അത്യാവശ്യം റിക്കവറി ആവും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ 6.1K ലോസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് 23,969.80 ലെവലിൽ. ഇപ്പോൾ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. 96 സ്ക്വയർ ഓഫ് ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് ലോസ് 1.6K ലോസാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രീമിയം DK അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം DK ഉണ്ട്. പുട്ട് ഓപ്ഷൻ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 91 സ്ക്വയർ ഓഫ് ചെയ്തു. ഡേ ലോ വന്നിട്ടുള്ളത് 90.15, ഓൾമോസ്റ്റ് ഡേ ലോയിൽ തന്നെയാണ് സ്ക്വയർ ഓഫ് ചെയ്തത്. ഇനി ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതിന് ശേഷം എൻട്രി എടുക്കാം. എന്തായാലും നമ്മൾ 1.6K ലോസിലാണ് നിൽക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു 24,000 ലെവലിലേക്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻട്രി എടുക്കാൻ ഒരു പുൾ ബാക്കിന് ശേഷമാണ് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി 23,950, 23,950 കോൾ ഓപ്ഷൻ ഓർഡർ അറൗണ്ട് 163 ഞാൻ എൻട്രി ഇട്ട് വെച്ചിട്ടുള്ളത്. 190 ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി 163 ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. 24,000 കൃത്യമായിട്ട് വന്നു. അത് നമ്മൾ പുട്ട് ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ് പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ നിന്ന് പുട്ട് ഓപ്ഷൻ എടുത്താണ്. അപ്പോൾ അത് സപ്പോർട്ട് ലെവൽ ഫോം ചെയ്ത് 23,810 ലെവലിൽ നിന്നാണ് അത് 200 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുള്ളത്. 23,800 നിന്ന് 24,000 മൂവ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മളത് ഹോൾഡ് ചെയ്തു. ബട്ട് നമുക്ക് 200 ബുക്ക് ചെയ്യേണ്ടി വന്നു. ഈ ഒരു 196 നമ്മൾ ബുക്ക് ചെയ്തത്. 162 അറൗണ്ടാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 164 എൻ്റർ ചെയ്തതാണ് 2 ലോട്ട്. പിന്നെ നമ്മുടെ പുട്ട് ഓപ്ഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. അതിനുശേഷം കോൾ ഓപ്ഷൻ ഒരു ലോട്ട് 192 ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് 197 ബുക്ക് ചെയ്തു. പിന്നെ 196 എല്ലാം ബുക്ക് ചെയ്തു. 163 ഇപ്പോൾ 23,950 കോൾ ഓപ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് 24,000 വന്നതിന് ശേഷം ഒരു ഫുൾ ബാക്ക് വരുന്നുണ്ട്. നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടില്ല. 163 167 ഇപ്പോൾ വന്നിട്ടുള്ളത്. ആക്റ്റീവ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. 65.6 63 വരണം. 64, 63.25. ഫീൽഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. 163 2 ലോട്ട്സാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. കോസ്റ്റിലുണ്ട്. ഞാനിതിൽ ടാർഗറ്റായിട്ട് 175 ലെവലുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഹയർ ലെവൽസിലേക്ക് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 175 അല്ലെങ്കിൽ ഒരു 181 ലെവലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്സ് നോക്കാം.
നമുക്ക് വെയിറ്റ് ചെയ്യാം. 163 ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് 2 ലോട്ട്സ് നോക്കാം. നമ്മുടെ എൻട്രി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് 171 എത്തി. $175 ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടുണ്ട്. 72.8 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഹൈ. $72. $72 വന്നിട്ടുണ്ട്. 75 ടാർഗറ്റായിട്ട് ഇട്ടിട്ടുള്ളത്. ലിമിറ്റ് സെൽ ഓർഡറാണ്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 175. നമുക്ക് നോക്കാം. $1.1K പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു ട്രേഡ് 171.35 സ്ക്വയർ ഓഫ് ചെയ്തു. 176 ആണ് ടാർഗറ്റ്. അതിലേക്ക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 175 വന്നു. അന്ന് ആ സമയത്ത് ബുക്കായില്ല. ഇനഫ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. എക്സിക്യൂട്ട് ആയില്ല ഓർഡർ. വളരെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്തതാണ് 175. അപ്പോൾ ഞാനത് സ്ക്വയർ ഓഫ് ചെയ്തു മാർക്കറ്റ് പ്രൈസിൽ തന്നെ. അപ്പോൾ 1.1K പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് ഇനി ഒരു $500 ലോസ് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നെക്സ്റ്റ് എൻട്രി എവിടെയാണ് എടുക്കാൻ പറ്റുക നോക്കട്ടെ. എന്തായാലും 163 ആണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചാർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. 162.65 ആണ് ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അക്യുറസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇവിടെ നമ്മൾ 163 ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത്. നമ്മൾ സാധാരണ 165 അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ എൻട്രിയാണ് ചെയ്യാറ്. ഇവിടെ നമ്മൾ 165 12:32 ആ സമയം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. 163 നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. 171 ഒരു 8 പോയിൻറ്റ്സിന് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ 175 ആണ് വന്നിട്ടുള്ളത്, ഹൈ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് എൻട്രി നോക്കാം. എന്തായാലും 24,000 വന്നതിന് ശേഷം ഒരു പ്രൈസ് റിജക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെൽ പോയിൻ്റ് ഒന്നൊരു ഡൗൺ ആവുന്നതാണ് അല്ലെങ്കിൽ പുൾ ബാക്ക് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാം. അറൗണ്ട് 500 മാത്രമാണ് നമുക്ക് ലോസ് ഉള്ളത്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനിൽ നമ്മൾ 6.1K ലോസ് ബുക്ക് ചെയ്തു. കുറച്ചുകൂടി നേരത്തെ എക്സിറ്റ് ചെയ്യാമായിരുന്നു. കോൾ ഓപ്ഷനിൽ നമുക്ക് ഒരു 10-20 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മിസ് ചെയ്തു. അപ്പോൾ എന്തായാലും 4.5K പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു നെറ്റ് ലോസ് എന്ന് പറയുന്നത് 1.6 ആയിരുന്നു. നമ്മൾ 1.1K ഒരു അക്യുറേറ്റ് ആയിട്ടുള്ളൊരു എൻട്രി എടുത്ത് എന്തായാലും നമുക്ക് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള എൻട്രി വരികയാണെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നാളെയും കൂടെയാണ് നമുക്ക് ഈ വീക്കിൽ ട്രേഡിംഗ് ഉള്ളത്. ഫ്രൈഡേ ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.